എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നമുക്ക് നോക്കാം. മുനയോധാഗ്രേ ഭഗവന്തമതോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേനുദാനിഹ. ഒന്നുകൂടി ശ്ലോകം നോക്കാം. മുനയോധാഗ്രേ ഭഗവന്തമഥോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേനുദാനിഹ. ഈ ശ്ലോകത്തിൻ്റെ അന്യം നോക്കാം. മുനയഃ അഥ അഗ്രേ ഭഗവന്തം അധോക്ഷജം ഭേജിരേ യേന വിശുദ്ധം സത്വം ഇഹ താനി ക്ഷേമായ കൽപ്പന്തേ. ഇനി നമുക്ക് പദം നോക്കാം. ഭേജിരേ മുനയഃ അഥ അഗ്രേ ഭഗവന്തം അധോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേന താനി ഇഹ. ഒന്നുകൂടി പദം നോക്കാം. ഭേജിരേ മുനയഃ അഥ അഗ്രേ ഭഗവന്തം അധോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേന താനി ഇഹ. ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഭേജിരേ ആശ്രയിച്ചു, സ്വീകരിച്ചു. മുനയഃ മുനിമാർ, ജ്ഞാനികൾ. അഥ തുടർന്ന് അല്ലെങ്കിൽ പിന്നെ. അഗ്രേ ആദ്യം മുൻകാലത്ത്. ഭഗവന്തം ഭഗവാനെ. അധോക്ഷജം ഇന്ദ്രിയങ്ങൾക്കതീതനായ. പരമതത്വം സത്വം വിശുദ്ധം ശുദ്ധമായ സത്വസ്വരൂപം. ക്ഷേമായ ക്ഷേമത്തിനായിട്ട്. കൽപ്പന്തേ സാധ്യമാകുന്നു അല്ലെങ്കിൽ യോഗ്യമാകുന്നു. ഏന അവനാൽ. താനി അവ അഥവാ ജീവികൾ. ഇഹ ഈ ലോകത്തിൽ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. മുനിമാർ ആദ്യം തന്നെ ആരെയാണ് ആശ്രയിച്ചത്? ഇന്ദ്രിയങ്ങൾക്ക് അതീതനായ അധോക്ഷജനായ ആ പരമ സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ. എന്തുകൊണ്ട്? കാരണം ഭഗവാൻ വിശുദ്ധ സത്വസ്വരൂപനാണ്. വിശുദ്ധ സത്വത്തിൽ തമസും രജസുമില്ല. അവിടെ ശുദ്ധപ്രകാശം മാത്രമേ ഉള്ളൂ. ഭാഗവതം ഇവിടെ പറയുന്നു, ജീവികളുടെ ക്ഷേമം വിശുദ്ധ സത്വത്തിലൂടെയാണ്. ജ്ഞാനികൾ അവ അന്വേഷിച്ച ശേഷം തിരഞ്ഞെടുത്ത മാർഗം ഭഗവാന്റെ ശുദ്ധമായിരിക്കുന്ന സത്വരൂപം തന്നെയാണ്. അതിനാൽ ആത്മശാന്തിയും പരമക്ഷേമവും ലഭിക്കണമെങ്കിൽ സത്വത്തിലേക്കും അധോക്ഷജനിലേക്കും മാറണമെന്ന് ഭാഗവതം നമ്മളോടായിട്ട് പറയുന്നു. തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മുമ്പത്തെ എല്ലാ ശ്ലോകങ്ങളും അടങ്ങിയ വീഡിയോകൾ അടങ്ങിയ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ ഭാഗവത പഠനം എന്ന പേരിലുള്ള പ്ലേലിസ്റ്റ് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.